ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് ടോക്കിയോ. ഏകദേശം 3.7 കോടി ആളുകൾ താമസിക്കുന്ന ഗ്രേറ്റർ ടോക്കിയോ ഏരിയ ജപ്പാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഭരണപരവുമായ കേന്ദ്രമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പാർലമെന്റ്, വലിയ കമ്പനികളുടെ ഹെഡ് ഓഫീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാം ഏതാണ്ട് ടോക്കിയോ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോൾ ജപ്പാനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം പറയാം. അതിനു മുമ്പ് എല്ലാ മുട്ടയും ഒരേ കൊട്ടയിൽ വെക്കരുത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാണ് ശരിക്കും കാരണം. രാജ്യത്തിന്റെ എല്ലാ പ്രധാന സംവിധാനങ്ങളും ഒരേ ഒരു നഗരത്തിൽ കേന്ദ്രീകരിക്കുന്നത് വലിയ റിസ്ക് ആണ് എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ആശങ്ക? ഉത്തരം ഭൂകമ്പം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ടോക്കിയോ സ്ഥിതി ചെയ്യുന്നത് തന്നെ വലിയ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ്. ഭാവിയിൽ ഒരു വലിയ മെഗാ എർത്ത്ക്വേക്ക് ഉണ്ടായാൽ സർക്കാർ പ്രവർത്തനങ്ങൾ, ധനകാര്യ സംവിധാനം, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ സകലതും ഒരേ സമയം തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ ആശങ്കയ്ക്ക് പിന്നിൽ ഒരു വലിയ ചരിത്ര പാഠവുമുണ്ട്. 2011 ജപ്പാനെ നടുക്കിയ ഭൂകമ്പവും സുനാമിയും തുടർന്ന് ഫുകുഷിയാമ ന്യൂക്ലിയർ ഡിസാസ്റ്ററും രാജ്യം മറന്നിട്ടില്ല. 20,000-ലധികം പേർ മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാവുകയും ചെയ്ത ആ ദുരന്തത്തിന് ശേഷം രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഒരേ ഒരു നഗരത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ശരിയാണ്? ഈ ഒരു ചോദ്യം വീണ്ടും ശക്തമായിട്ട് ഉയർന്നു. ഭൗമശാസ്ത്രജ്ഞരുടെ കടുത്ത മുന്നറിയിപ്പ് ഇതാണ്: അടുത്ത 30 വർഷത്തിനുള്ളിൽ മാഗ്നിറ്റ്യൂഡ് 7-ൽ അധികമുള്ള കടുത്ത ഭൂകമ്പം ടോക്കിയോയെ പിടിച്ചു കുലുക്കാൻ 70% സാധ്യതയുണ്ട്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ജപ്പാന്റെ ഭരണകൂടവും സാമ്പത്തിക വ്യവസ്ഥയും നിമിഷ നേരം കൊണ്ട് നിശ്ചലമാകും. ഈ ഒരു വൻ ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജപ്പാൻ പാർലമെന്റ് ചരിത്രപരമായ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. സബ് ക്യാപിറ്റൽ അഥവാ ജപ്പാൻ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ, ബാക്കപ്പ് ക്യാപിറ്റൽ നിർമ്മിക്കാനുള്ള നിയമം. നിലവിൽ ജപ്പാന്റെ ആകെ GDPയുടെ 20% ടോക്കിയോയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ പാർലമെന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേന്ദ്ര മന്ത്രാലയങ്ങൾ, വൻകിട കോർപ്പറേറ്റുകൾ, നാഷണൽ ബാങ്കുകൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. ഇതിനെയാണ് ഇക്കണോമിസ്റ്റുകൾ ഓവർ കോൺസെൻട്രേഷൻ ഇൻ ടോക്കിയോ എന്ന് വിളിക്കുന്നത്. 2011 സുനാമിയും ഫുകുഷിമ ദുരന്തവും ജപ്പാനെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ മുഴുവൻ സിസ്റ്റവും ഒരേ സമയം തകരാൻ പാടില്ല. അതിനാൽ ടോക്കിയോയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടുത്തെ ഭരണചക്രം തിരിക്കാൻ ഒരു ബാക്കപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ അഥവാ സമാന്തര തലസ്ഥാനം ജപ്പാൻ അത്യാവശ്യമാണ്. ജപ്പാൻ പാർലമെന്റിൽ അതിശക്തമായ തർക്കങ്ങൾക്കും വോട്ടെടുപ്പിനും ശേഷമാണ് ഈ ബില്ല് പാസ്സായത്. അപ്പർ ഹൗസിൽ 123 വോട്ടുകൾക്കെതിരെ 121 വോട്ടുകൾക്ക് കേവലം 2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. പ്രധാനമന്ത്രി സനാ തകൈച്ചിയുടെ ഭരണകക്ഷിയും അവരുമായി സഹകരിക്കുന്ന ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയും ചേർന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. നിയമപ്രകാരം 2ാം തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവിശ്യയിലേക്ക് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പ്രാദേശിക ഓഫീസുകൾ മാറ്റുകയും അവിടെ ബിസിനസ് ആരംഭിക്കുന്ന വൻകിട കമ്പനികൾക്ക് ടാക്സ് ഇൻസെന്റീവ്സ് അഥവാ നികുതി ഇളവുകളും റെഗുലേറ്ററി ഇളവുകളും നൽകുകയും ചെയ്യും. ഇനി ഏതൊക്കെ നഗരങ്ങളാണ് ജപ്പാന്റെ അടുത്ത സെക്കൻഡ് ക്യാപിറ്റൽ ആകാൻ മുന്നിലുള്ളത്? പ്രധാനമായും 3 നഗരങ്ങളാണ് കടുത്ത മത്സരത്തിലുള്ളത്. ഒന്ന് ഒസാക്കയാണ്. 2ാം തലസ്ഥാനമാകാൻ ഏറ്റവും സാധ്യതയുള്ള നഗരം ഒസാക്കയാണ്. ജപ്പാന്റെ 2ാമത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് ഹബ്ബാണിത്. കാൻസായി ഇന്റർനാഷണൽ എയർപോർട്ടും ഷിക്കാൻസൻ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കും ഒസാക്കയെ മുൻപന്തിയിൽ നിർത്തുന്നു. 2 ഫുകുവോക്ക. ക്യൂഷു മേഖലയിലെ പ്രധാന നഗരമായ ഫുകുവോക്ക ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ അടുത്താണ്. ടോക്കിയോയിൽ ഒരു ദുരന്തമുണ്ടായാൽ ഫുകുവോക്കയെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 3 ഐച്ചി, നഗോയ. ജപ്പാന്റെ പ്രധാന മാനുഫാക്ചറിംഗ് ഹബ്ബും സപ്ലൈ ചെയിൻ കേന്ദ്രവുമാണ് ഐച്ചി എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഹൊക്കൈഡോ, അതുപോലെ മിയാഗി തുടങ്ങിയ പ്രവിശ്യകളും ഈ ഒരു പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ 44 വർഷമായിട്ട് ഒസാക്കയിൽ നിന്ന് കമ്പനികൾ ഹെഡ്ക്വാർട്ടേഴ്സ് ടോക്കിയോയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് എന്നാണ്. മാത്രമല്ല ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഗവേണൻസ്, റിമോട്ട് വർക്കിംഗ് എന്നിവയുടെ കാലത്ത് ഈ റിമോട്ട് വർക്കിംഗ് വഴി ജോലികൾ നടക്കുന്നതുകൊണ്ട് ടോക്കിയോയിലെ ബിസിനസ്സുകൾ മറ്റ് നഗരങ്ങളിലേക്ക് മാറാൻ സാധ്യത കുറവാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ കാലത്ത് സർക്കാർ ഓഫീസുകൾ പല നഗരങ്ങളിലായിട്ട് മാറ്റുന്നതിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല. കമ്പനികളും ഇന്നും ടോക്കിയോയിലേക്കാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2025 പോലും ഒസാക്കയിൽ പുതിയ കമ്പനികൾ എത്തിയതിനേക്കാൾ കൂടുതൽ കമ്പനികൾ നഗരം വിട്ടുപോയി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതുകൂടാതെ ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിക്ക് ശക്തിയുള്ള ഒസാക്കയെ സഹായിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ് ആണോ ഇത് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കൗതുകരമായ കാര്യമുണ്ട്. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും
ടോക്കിയോയെ ഔദ്യോഗിക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു നിയമം ജപ്പാനിലില്ല. എന്നിരുന്നാലും സർക്കാർ സംവിധാനങ്ങളും ചക്രവർത്തിയുടെ വസതിയും ദേശീയ സ്ഥാപനങ്ങളും ടോക്കിയോയിലായതിനാൽ അത് രാജ്യത്തിന്റെ ഡിഫാക്ടോ ക്യാപിറ്റലായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇത് ടോക്കിയോയെ മാറ്റി മറ്റൊരു നഗരം തലസ്ഥാനമാക്കാനുള്ള പദ്ധതി മാത്രമല്ല, മറിച്ച് ക്യാപിറ്റൽ ഫങ്ഷൻസ് റീലൊക്കേഷൻ, അതായത് രാജ്യത്തിന്റെ ചില പ്രധാന സർക്കാർ പ്രവർത്തനങ്ങൾ മറ്റൊരു നഗരത്തിലേക്ക് മാറ്റി 2 ശക്തമായ ഭരണകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുക എന്ന ആശയമാണ്. ഇതിനായി ബിസിനസ്സുകൾ പുതിയ നഗരങ്ങളിലേക്ക് മാറാൻ ടാക്സ് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഒരു വലിയ ഭൂകമ്പം വന്നാൽ രാജ്യം മുഴുവൻ നിശ്ചലമാകരുത്. അതാണ് ജപ്പാന്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ക്യാപിറ്റൽ എന്ന ആശയം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് ഒടുവിൽ ഒസാക്ക ആകുമോ, ഫുകുവോക്ക ആകുമോ, അതോ മറ്റേതെങ്കിലും നഗരമാകുമോ എന്ന് ഇനി വരും വർഷങ്ങളിലാണ് തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ രാജ്യങ്ങൾ വികസനത്തോടൊപ്പം ഡിസാസ്റ്റർ ബാക്കപ്പിനും ഒരേ പ്രാധാന്യം നൽകുന്ന കാലമാണ് വരുന്നത്. എന്തൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായാലും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാത്ത ഒരു രാജ്യത്തെ പടുത്തുയർത്താൻ ജപ്പാൻ നടത്തുന്ന ഈ മുൻകരുതൽ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.